ഫേസ് ക്രീം ഉപയോഗിച്ചിട്ട് മുഖത്ത് തേക്കുന്ന ഫെയർനെസ് ക്രീം ഉപയോഗിച്ചിട്ട് കിഡ്നിക്ക് പ്രശ്നം വന്ന 8 പേഷ്യൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ. അപ്പോൾ ഡോക്ടർ ഫേസ് ക്രീം യൂസ് ചെയ്താൽ ഇപ്പോൾ നമ്മളെപ്പോൾ എല്ലാവരും ക്രീം യൂസ് ചെയ്യുന്നത്, ഈ ക്രീം യൂസ് ചെയ്താൽ എങ്ങനെയാണ് കിഡ്നി അഫക്ട് ചെയ്യുന്നത്? ഈ ക്രീമിനുള്ളിലുള്ള കണ്ടന്റ്സ് ഇതൊന്നും റെഗുലേറ്റഡ് അല്ലല്ലോ. ഇപ്പം നമ്മൾ ആ ക്രീം അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പല ഹെവി മെറ്റൽസ്, മെർക്കുറി, കാഡ്മിയം, സ്ട്രോൺഷിയം, നമ്മൾ പണ്ട് പീരിയോഡിക് ടേബിളിൽ പഠിച്ചിട്ടുള്ള മെറ്റൽസ് ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് വളരെ ഹൈ ലെവലിൽ. അപ്പോൾ ഇത് സ്കിന്നിൽ കൂടെ അബ്സോർബ് ചെയ്യും, സ്കിന്നിൽ കൂടെ വലിച്ചെടുത്തിട്ട് ഇതെല്ലാം പുറത്ത് കളയുന്ന കിഡ്നിയാണ്. ഈ മെറ്റൽസ് എല്ലാം നമ്മുടെ ശരീരത്തിലുള്ള മൊത്തത്തിൽ കൂടിയാണ് പുറത്ത് കളയുക. അപ്പോൾ എന്താണ് അരിപ്പേനുള്ളിൽ കുടുങ്ങിയിട്ട് കേടുകളുണ്ടാവും കിഡ്നിയുടെ അരിപ്പേനുള്ളിൽ. ഇപ്പം നമ്മൾ ഏകദേശം ഈ ഒരു 4 മാസം കൊണ്ട് 8 ആൾക്കാർ വന്നിട്ടുണ്ട്. അത് യങ് ആയിട്ടുള്ള ആൾക്കാരാണ്, ചെറുപ്പക്കാർ. അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ക്രീം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ടാണ്, മനസ്സിലായില്ല. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റുന്നില്ല അവർക്ക്. നിർത്തിക്കഴിഞ്ഞാൽ വന്ന നിറം എല്ലാം പോകും. അപ്പോൾ അവർ മയക്കുമരുന്ന് പോലെ, മനസ്സിലായില്ലേ, അത് കിട്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും നിറം പോകുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് ഇവിടെ 14 വയസ്സുള്ള കുട്ടിക്ക് ഇത് ഉപയോഗിച്ചിട്ട് തലച്ചോറിലെ നാളിയിൽ രക്തം കട്ട പിടിച്ചു, പ്രോട്ടീൻ ലീക്ക് കൂടിയിട്ട്. ഈ ചിലപ്പം ഈ സാധാരണ ഈ കിഡ്നിയുടെ അരിപ്പകളെ ബാധിച്ച് പ്രോട്ടീൻ ലീക്ക് ചെയ്തുണ്ടാവുന്ന അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയും. ആ അസുഖമാണ് നമ്മൾ ഏറ്റവും അധികം കാണുന്നത് ഇവിടെ ബാധിച്ചിട്ട്. അപ്പം ഇത് ഉണ്ടായ ഒരു ഫസ്റ്റ് വന്നൊരു കുട്ടി നമ്മളത് കണ്ടുപിടിക്കാൻ വൈകി, ഈ ക്രീമാന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ആ കുട്ടി ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു ആ ക്രീം. അസുഖം കണ്ടുപിടിച്ചതിന് ശേഷവും ആ കുട്ടിയുടെ തലച്ചോറിൽ രക്തനാളത്തിൽ രക്തക്കുഴലിൽ രക്തം കട്ടപിടിച്ചു. ഒരു വലിയ കോംപ്ലിക്കേഷനാണത്. ഇപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഈ ക്രീമുകളുടെ സൈഡ് എഫക്റ്റ്. അപ്പോൾ നമ്മൾ ക്രീം അനാലിസിസിന് വിട്ടപ്പോൾ, ലാബിൽ ടെസ്റ്റിന് വിട്ടപ്പോൾ അതിനുള്ളിൽ ഉള്ള മെർക്കുറിയുടെ ലെവല്, സ്ട്രോൺഷിയം, കാഡ്മിയം, നീ പറയുന്ന ഹെവി മെറ്റൽസ്, ഇതിൻ്റെയൊക്കെ അളവ് നമ്മൾ പെർമിസിബിൾ ലെവലിനെക്കാട്ടിലും എത്രയോ മടങ്ങ് കൂടുതലാണ്. അപ്പം ഇതെല്ലാം ശരീരത്തിൻ്റെ കൂടെ തൊലി വലിച്ചെടുത്തിട്ട് ഇത് കിഡ്നിയുടെ അരിപ്പയിൽ പോയി അടിഞ്ഞുകൂടി ആ അരിപ്പകൾ കേടുവരുത്തുന്നതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ എഫക്റ്റ് വരുന്നത് ചെറിയ ആൾക്കാർ, ചെറിയ കുട്ടികളാണ്. അതാണ് പ്രശ്നം. 18 വയസ്സ് 23 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ്, യങ്ങായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നം കാണുന്നത്. അപ്പോൾ അത് ഡോക്ടർ ഇത് ക്രീം ആണെന്ന് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ, ഡോക്ടർ അതിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് ഈ ഇവരുടെ പേഷ്യൻസിന്റെ ഈ ഇത് ഉപയോഗിച്ച ആൾക്കാരുടെ രക്തത്തിൽ മൂത്രത്തിൽ പരിശോധിക്കുമ്പോൾ അവരുടെ രക്തത്തിൽ മെർക്കുറി ലെവൽ കൂടുതലാണ്, മൂത്രത്തിൽ മെർക്കുറി ലെവൽ കൂടുതലാണ്. ഈ ക്രീം പരിശോധനയ്ക്ക് വിട്ടപ്പോൾ അതിൽ മെർക്കുറി ലെവൽ കൂടുതലാണ്. അപ്പോൾ പിന്നെ ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേക ഈ മെർക്കുറി മൂലം ഉണ്ടാവുന്ന കിഡ്നിയുടെ കേടുകൾക്ക് ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും പോസിറ്റീവായിട്ട് വന്നു. അങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്തത്. ഡോക്ടർ, എൻ്റെ ജീവിതത്തിലുണ്ടായ 2 അനുഭവം ഞാൻ പറയാം. 3 വർഷം മുമ്പ് ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പാരൻസാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സുഹൃത്തുക്കളോട് ചേർന്നാണ് വിളിച്ചത്. അതായത് അതിൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പോൾ അതിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ പറഞ്ഞു വണ്ണം കൂട്ടണമെന്ന്. ലീനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു, വണ്ണം കൂട്ടണം. അങ്ങനെ അത് കുറേ എന്തൊക്കെയോ പൊടികൾ വാങ്ങിച്ച് കഴിച്ചു. അതിൻ്റെ കിഡ്നി ഫെയിലറായി. അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് ഒരു വണ്ണം കൂടിയ ഒരാൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് മരുന്ന് കഴിച്ചു, കിഡ്നി ഫെയിലറായി. അപ്പോൾ ഈ വണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആരും പ്രിസ്ക്രൈബ് ചെയ്യാത്ത മരുന്നുകൾ വാങ്ങി ഒന്നും നോക്കാതെ വാങ്ങി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ദൂഷ്യവശം എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. തീർച്ചയായും അതിപ്പം നമ്മുടെ നാട്ടിൽ എല്ലാം അൺറെഗുലേറ്റഡ് ആണല്ലോ, ഒന്നും പ്രോപ്പർ റെഗുലേഷൻ ഇല്ല. ഇപ്പോൾ ഒരാൾ വന്ന് പറയുന്ന ഒരു പൊടി നല്ലതാണ്, വണ്ണം കൂട്ടുന്നത്, നമ്മൾ കഴിക്കുന്ന ആൾക്കാർ കഴിക്കുന്നു, ഒന്നും ഒരു വേറൊരു ചിന്തയില്ല. പക്ഷെ നമ്മൾ മരുന്ന് എഴുതി കൊടുത്താൽ, ഇപ്പം നമ്മൾ ഡോക്ടേഴ്സ് മരുന്ന് എഴുതുമ്പോഴാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതൊരു പൊടി ആര് കൊടുത്താലും ആൾക്കാരൊക്കെ കഴിക്കുകയാണ്. ഇപ്പം പലപ്പോഴും എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ പഠിക്കുന്നതാണ്, വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പല പൊടികളിലും ഉണ്ടാകുന്ന കണ്ടൻസ് കാരണം കിഡ്നി കേടാവുന്നത് വെൽ പ്രൂവണാണ്, അതിനൊരു സംശയമില്ല. അതൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് റിസർച്ചൊക്കെ വന്ന കാര്യങ്ങളാണ് അതെല്ലാം. അപ്പം വെയിറ്റ് ലോസിങ് മെഡിസിൻസിലുണ്ടാവുന്ന, അതുപോലെ വെയിറ്റ് ഗെയിനിങ് ഉപയോഗിക്കുന്ന മെഡിസിൻസുകളുടെ സൈഡ് എഫക്റ്റ് കിഡ്നിനെ ബാധിക്കാവുന്നത് കോമൺ ആണ്. അത് തന്നെ ജിമ്മിൽ പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ ജിമ്മിൽ തുടർച്ചയായിട്ട് പോകുന്ന ഒരാളായിരുന്നു. അപ്പം ഈ റീസെൻ്റ്ലി ആണ് തിരക്ക് കാരണം നിർത്തിയത്. അപ്പോൾ അവിടെ പ്രോട്ടീൻ പൗഡർ വരും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമോ, പ്രോട്ടീൻ പൗഡറൊക്കെ? ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ലൂസ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധനം ശരിക്കും ഓതറൈസ്ഡ് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഫേക്ക് പ്രോഡക്ട്സ് ഒറിജിനലിനെക്കാളും കൂടുതൽ ഫേക്ക് പ്രോഡക്ട്സ് ആണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇതിലുള്ള കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ ഇതുമായ രീതിയിൽ കഴിക്കാൻ പ്രശ്നമല്ല, പക്ഷേ
അമിതമായിട്ടുള്ള യൂസ്, പിന്നെ ഈ കിട്ടുന്ന സാധനങ്ങളുടെ ജെന്യൂനിറ്റി എന്താ, ജെന്യൂൻ ആണോ ഒറിജിനൽ ആണോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനൊന്നും ആരും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാറില്ല, എന്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. തോന്നുന്നത് പ്രോഡക്റ്റ് എന്താണോ കാണുന്നത് വണ്ണം കൂട്ടുന്നത്. പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിന് മുമ്പ് ഒരാൾ എന്തായാലും അയാളുടെ BP, അയാളുടെ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ, ഒരു ബേസ് ലൈൻ ആയിട്ടുള്ള ഒരു കിഡ്നിയുടെ ഫംഗ്ഷൻ ടെസ്റ്റിംഗ് മിനിമം ചെയ്തിരിക്കണം. എന്നിട്ട് ഈ പ്രോട്ടീൻ പൗഡറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ, പിന്നെ വേറൊരു പോയിന്റ്, ഗ്യാസിന്റെ ഈ ആൾക്കാർ ഇപ്പൊ ഈ ഗ്യാസിന്റെ മരുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിലിപ്പോൾ ഭൂരിഭാഗം ഒരു OP വരുന്ന ഒരു 100 പേരാണെങ്കിൽ ഒരു 70 പേർക്കും ഗ്യാസിന്റെ പ്രശ്നം കാണും ഈ പേഷ്യൻസിന്. അപ്പൊ ഈ ഗ്യാസിന്റെ മരുന്ന് ഇവര് ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കും. പാൻഡോപ്രസോളും കിഡ്നിക്ക് കേടുണ്ടാക്കുന്ന പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ലോങ് ടേം യൂസ്, നമ്മൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളല്ല പല കാലങ്ങളോളം ഇങ്ങനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് കേടുണ്ടാവുന്നത് പ്രൂവണാണ്. അപ്പം പലപ്പോഴും ആൾക്കാർക്ക് അറിയില്ല അത് ഗ്യാസിന്റെ മരുന്നല്ലേ, ചെറിയൊരു സംഭവമല്ലേ, നമ്മളെടുത്ത് കഴിക്കും. അപ്പം അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ വേദന സംഹാരികൾ കഴിച്ചാൽ ചിലപ്പോൾ ഒരു ഗുളിക മതിയാവും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. അപ്പം അതെല്ലാം വളരെയധികം സൂക്ഷിച്ച് വേണം കൈകാര്യം. അതിൽ റിസ്ക്കുള്ള ആൾക്കാർ അല്ല, ഈ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഡോക്ടേഴ്സിനെ കാണാനുള്ള മടി കാണിക്കാതെ ഡോക്ടേഴ്സിനെ കണ്ട് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ വിഷയം എന്താണോ അത് നിങ്ങൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞാൽ അവർ നിങ്ങളുടെ ഹെൽത്തിനനുസരിച്ചുള്ള മെഡിസിൻ തരും. അത് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇത്രയധികം കിഡ്നി മാറ്റിവെക്കൽ വരുന്നത്? അത് ഏറ്റവും അധികം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം കിഡ്നി ഫെയിലിയർ വരുന്നത്, ഇപ്പം നമ്മുടെ യൂണിറ്റിൽ തന്നെ ഡയാലിസിസ് രോഗികളുടെ എണ്ണം എടുത്താൽ ഏറ്റവും അധികം രോഗികൾ ഷുഗറും പ്രഷറും മൂലം കിഡ്നി കേടായ ആൾക്കാരാണ്. ഷുഗർ ഇതിൽ വലിയ കോസാണോ? അത് പിന്നെ ഏറ്റവും വലിയ കോമൺ കോസ് ഷുഗർ തന്നെയാണ്. ഷുഗർ കൺട്രോൾ ചെയ്യാതെ വെക്കുന്ന ഷുഗർ. അപ്പം നമ്മുടെ നാട്ടിലൊരു വിദ്യാധാരണയുണ്ട്, അതായത് ഷുഗറിന് മരുന്ന് കഴിച്ചാൽ കിഡ്നി കേടാവും, അല്ലെങ്കിൽ പ്രഷറിന് മരുന്ന് കഴിച്ചാൽ ആ മരുന്നല്ല അവിടെ കാരണം. നമ്മുടെ ഈ ഷുഗറും പ്രഷറും കൺട്രോൾ ചെയ്ത് വെക്കാതെ മൂലമുണ്ടാകുന്ന ശരീരത്തിലെ അവയവങ്ങൾക്ക് വരുന്ന ഡാമേജിൻ്റെ കൂടെ കിഡ്നിക്ക് ഡാമേജ് ആയിട്ടാണ് ഏറ്റവും അധികം ആൾക്കാർ ഇപ്പം ഡയാലിസിസിലുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷുഗർ കണ്ടുപിടിച്ചു, പ്രഷർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതേ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഡോക്ടർമാരെ കാണിക്കുകയോ ചെക്ക് ചെയ്യുകയോ ഫോളോ അപ്പ്. ഷുഗർ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസുകളുണ്ട്, കണ്ണിനെ ബാധിക്കാം, കിഡ്നീനെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം. ഇതെല്ലാം പീരിയോഡിക്കായിട്ട് നമ്മളൊരു പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കിഡ്നിനെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ണിനെ ബാധിച്ചിട്ടുണ്ടോ, ഇതൊന്നും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയില്ല. ഇങ്ങനെ പീരിയോഡിക്കായിട്ട് നോക്കണം എന്നുള്ളത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കുറിപ്പായിട്ട് സ്ഥിരം മെഡിക്കൽ സ്റ്റോറിൽ പോകും വാങ്ങുക. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു കാരണം ഈ ഷുഗറും പ്രഷറും തന്നെയാണ്. കൺട്രോൾ ചെയ്ത് വെക്കാതെ മൂലമുണ്ടാകുന്ന കിഡ്നി രോഗം കൊണ്ടുണ്ടാകുന്നതാണ് ഏറ്റവും അധികം കോമൺ ആയിട്ട് കാണുന്നത്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ റിലേറ്റീവായിട്ട് ഒരാളുണ്ടായിരുന്നു, വളരെ പെട്ടെന്ന് 2 മാസം ആക്റ്റീവ് ആയിരുന്നു, 2 മാസം മുമ്പ് പെട്ടെന്ന് ഡയാലിസിസിലേക്ക് വരുമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു മാറ്റം എന്താ, അദ്ദേഹത്തിന് ഷുഗർ ഉള്ള വ്യക്തിയാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങനെ വരാനൊരു കാരണം എന്തെങ്കിലും കാണും? ഇതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പം കിഡ്നിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും കിഡ്നി രോഗങ്ങൾ പുറമേക്ക് ലക്ഷണം കാണിച്ചൂടുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഹാർട്ടിന് പ്രശ്നം വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേദന വരും, നെഞ്ചിടിപ്പ് വരും, ഇല്ലേ? തലച്ചോറിന് പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് തരിപ്പ് വരും, ഒരു ഭാഗം കുഴച്ചിലുണ്ടാകും. പക്ഷേ കിഡ്നിയുടെ ഒരുപാട് രോഗങ്ങൾക്ക് കിഡ്നി ബാഹ്യമായ ലക്ഷണങ്ങൾ കാണിച്ചുവിടുന്നില്ല. പലപ്പോഴും ചെറിയ ചെറിയ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പം മൂത്തിൽ പത വരിക, അല്ലെങ്കിൽ ചെറിയ നീര്, അങ്ങനെ ചെറിയ ചെറിയ നമ്മൾ അവഗണിക്കാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളായിരിക്കും പുറമേക്ക് കാണിക്കുക. പലപ്പോഴും പല രോഗികളും എല്ലാം പോയി കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായി നശിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത് വരാറുണ്ട്. ആദ്യമായിട്ട് ഭയങ്കര ഷോക്കായിരിക്കും അവർ. കാരണം ആദ്യമായിട്ടാണ് ക്രിയാറ്റ് നോക്കുമ്പോൾ ക്രിയാറ്റ് 21, 22 ആ രീതിയിൽ വരുന്ന രോഗികളും ഒരുപാട് ഉണ്ടാവാറുണ്ട്. പിന്നെ പലരും സാധാരണക്കാർ ഞങ്ങളെ പോലുള്ള ഈ ഫീൽഡിലല്ലാത്തവർക്ക് ഒരു ഡൗട്ടാണ്, കൂടുതൽ നാള് മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ കിഡ്നി ഫെയിലിയർ. ഇത് മിഥ്യാധാരണയായിരിക്കും? അത് മിഥ്യാധാരണയാണ്. കിഡ്നിയുടെ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ കേട് വന്നു കഴിഞ്ഞാൽ ചില മരുന്നുകൾ നമ്മൾ മാറ്റും. അപ്പോൾ ആൾക്കാർക്ക് തെറ്റായ ധാരണ വരുന്ന ആ മരുന്ന് കൊണ്ടാണ് ഈ കിഡ്നിയുടെ കേട് വന്നൊരു ധാരണ വരുന്നത്. എൻ്റെ ഫാദറിന് ലാസ്റ്റ് 25 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. അപ്പം പലപ്പോഴും എൻ്റെ സിസ്റ്റർ ആണെങ്കിലും വിളിച്ച് പറയും, ഇതുപോലെ 25 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നത്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിളിച്ച് പറയും. മൂത്ത സിസ്റ്റർ, അത് ഷുഗർ ഉള്ളവർക്ക് നമുക്ക് ഇതുപോലെ കിഡ്നി ഫെയിലർ ആവും, അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? കിഡ്നിയുടെ ഫെയിലർ, ഷുഗർ നമ്മൾ നിയന്ത്രിതമായിട്ട് വെച്ച് കഴിഞ്ഞാൽ
ഒന്നും സംഭവിക്കില്ല. പീരിയോഡിക് ആയിട്ട് ചെക്ക് ചെയ്ത് നമ്മൾ നിയന്ത്രണത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. നിയന്ത്രിതമല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഓവർ ദ കൗണ്ടർ യൂസ്, അതായത് പെട്ടെന്നൊരു അസുഖം വന്നു, ഒരു വേദന വന്നു, മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് കഴിക്കുക, പച്ചിലകൾ കഴിക്കുക, അനാവശ്യമായിട്ടുള്ള ആൾക്കാർ തരുന്ന വീട്ടിലുണ്ടാക്കുന്ന പല തരത്തിലുള്ള മരുന്നുകളും ഇലകളൊക്കെ കഴിച്ചിട്ട്, ഇപ്പം ഓർക്കാപ്പുളി ജ്യൂസ് കഴിച്ചിട്ട് രണ്ടുപേര്, ഓർക്കാപ്പുളി ഇരുമ്പപ്പുളി ജ്യൂസ് കഴിച്ചിട്ട് കിഡ്നി കേടായ ആൾക്കാരുണ്ട്. ജ്യൂസ് അടിച്ച് കുടിക്കുക, ആരോഗ്യം നല്ലതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ഓർക്കാപ്പുളി ജ്യൂസ് കഴിച്ചിട്ട് 2 മാസം മുന്നേ ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓർക്കപ്പുളിക്ക് അങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് അറിയില്ലത് പ്രശ്നങ്ങൾ. അപ്പൊ ഡോക്ടർ, ഇനി ഇത് വരാതിരിക്കാൻ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ മതി എന്നറിയാം, എന്നാലും വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം? ഏറ്റവും അധികം നമ്മൾ കോൺഷ്യസ് ആയിരിക്കുക. നമ്മുടെ ഹെൽത്തിനെ പറ്റി ഒരു അവയർനെസ് നമുക്ക് വേണം. ഇപ്പോൾ ഒരു BP ഉള്ള ആളാണെങ്കിൽ എന്നാൽ ലാസ്റ്റ് BP നോക്കിയത് പറയാൻ പറ്റണം. അതായത് ഒരു ഷുഗറുള്ള രോഗിയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, പ്രഷറുള്ള ആൾക്കാർ പ്രഷർ നിയന്ത്രണത്തിൽ വയ്ക്കുക, അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞു തരുന്ന മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പം സ്വയം ചികിത്സ ചെയ്യാതെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിക്കുക. പിന്നെ പീരിയോഡിക് ആയിട്ട് ചെക്കപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ഷുഗർ, പ്രഷർ, അതുപോലെ വേറെ അസുഖങ്ങളുള്ള ആൾക്കാർ പീരിയോഡിക് ആയിട്ട് 6 മാസം കൂടുമ്പം ഈ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പം യൂറിൻ ചെക്ക് ചെയ്യും. 60 രൂപയേ ഉണ്ടാവുള്ളൂ ചെക്ക് ചെയ്യാനായിട്ട്. വളരെ മിനിമൽ എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ പ്രിവെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പീരിയോഡിക് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്.